വെൽക്കം ബാക്ക് ടു ബ്രാൻഡ് ന്യൂ വ്ളോഗ് ഗൈസ്. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആണ് ഗൈസ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചലഞ്ച് സെറ്റ് ചെയ്താലാന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ ഉണ്ണിക്കുട്ടി അതേപോലെ തന്നെ എന്നോട് ഒന്ന് പറഞ്ഞ്, എന്താടാ നീ എന്തൊരു പഴം പിടിക്കലേക്കണ, നീ അല്ലേ ചലഞ്ച് വേണമെന്ന് പറഞ്ഞ. അപ്പോഴ് ഉണ്ണിക്കുട്ടന്റെ ആഗ്രഹം പോലെ തന്നെ ഒരു ചലഞ്ച് സെറ്റ് ചെയ്യാൻ എന്റെ മനസ്സിലൊരു പ്ലാൻ വന്ന്, അങ്ങനെ ഇന്ന് പെട്ടെന്ന് ഞാൻ ഒരു ചലഞ്ച് സെറ്റ് ചെയ്തു. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും, കാണിച്ചു തരാം. ഈ ബോട്ടിൽ ഇത് വെച്ച് നമ്മൾ ഒരു ചലഞ്ച് സെറ്റ് ചെയ്യും. ഉണ്ണിക്കുട്ടനാണ് ഈ ചലഞ്ച് പറഞ്ഞത്. അവിടെ പോയി ഗൈസ്. അപ്പൊ ഈ കുപ്പി വെച്ച് ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്താണ് ഇറ. അയ്യോ പോണ് സ്റ്റൂൾ, വീട്ടിലെ സ്റ്റൂൾ എടുത്തോണ്ട് അത് അങ്ങോട്ട് ആടണല്ലേ. അയ്യോ അയ്യോ ഇനി അത് ഇട്ട് കാണീര്. കമാൺ. പ്രോയാണ് പ്രോ പ്രോ പ്രോ. അടുത്തൊന്നുകൂടെ എടുക്കാണ്ട്. അയ്യേ അത് പോയി പോയി പോയി. എങ്കിൽ പിന്നെ ഇട്, കാണാമല്ലോ. ഇട് ശരിയാണ്. പിന്നല്ല പ്രോ, നമ്മള് പ്രോ എന്ന് പറഞ്ഞില്ല. പ്രോ എന്ന് പറഞ്ഞവരൊന്നും കിട്ടില്ല ബോയ്സ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യണം. പക്ഷെ അതിന്റെ കൂടെ ബോട്ടിൽ ഫ്ലിപ്പ് വീണില്ല, ഇപ്പൊ ഫാളായി പോവുകയാണ്, വീഴാതെ തെറിച്ച് പോവുകയാണ്. എങ്കിൽ ഒരു പണിഷ്മെന്റ് വരും. അത് നമ്മൾ ജനറേറ്റ് ചെയ്ത് ചാറ്റ് GPT വഴി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബോട്ടിൽ ഫ്ലിപ്പ് വിത്ത് ചാറ്റ് GPT പണിഷ്മെന്റ്സ്. അതാണ് ഈ ചാലഞ്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ചാച്ചാജി അല്ല, ചാറ്റ് GPT. ചാറ്റ് GPT അറിഞ്ഞൂടെ? ചാറ്റ് GPT എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇതിപ്പോ വീണില്ലെങ്കിൽ ചാറ്റ് GPT പറഞ്ഞ പണിഷ്മെന്റ് നീ ചെയ്യണം. ഓക്കെ ഡൺ, അടി. അപ്പൊ ഈ ഗെയിം എങ്ങനെ പോകുന്നു എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. നീ ഇന്നോ ഞാൻ ഇന്നോ? വേണ്ട, നീ ഇട്ടായി. ഇല്ല കൊച്ചു പിള്ളേര് ഫസ്റ്റ്, നമ്മളൊക്കെ വലുതായി. ഇട്ടോ, റെഡി? വീണില്ലെങ്കിൽ പണിഷ്മെന്റ്. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. അയ്യ ഇറ അങ്ങോട്ട്. ഓ സെറ്റ്. എത്ര രക്ഷപ്പെട്ടു. ഓ പിന്നെ ചലഞ്ച് പണിഷ്മെന്റ്. അപ്പോൾ ചാറ്റ് GPT ചെയ്ത ഫസ്റ്റ് പണിഷ്മെന്റ് കിട്ടി. ഈറ്റ് എ സ്പൈസി ചില്ലി 1 സ്മാൾ ബൈറ്റ്. ഒരു സ്മാൾ ബൈറ്റ്, ഒരു കടി എടുക്കണം ഒരു മുളകിന്റെ. അപ്പൊ നമുക്ക് മുളക് പറക്കി അവിടെ മുളക് അടുത്ത് തന്നെ ഉണ്ട്. കാണിച്ചു തരാം. ഇത് പാൽ മുളകടാ, കടുക്കും എല്ലാം കൂടെ കീറും. എന്റെ പള്ളി തിന്നണം. എന്റെ ഒരു വാക്കും കേട്ട് ഞാൻ ചലഞ്ചും എടുത്ത് രാവിലെ തന്നെ മുളകും തിന്നണം. ടെററ് ഇവിടെ എന്നെ മുളക് തീറ്റിക്കാൻ വേണ്ടി അവിടെ വയ്യവന് ടെററായിട്ട് ഇരിക്കുകയാണ്. നിനക്കും വരെ അവസരം. ഓ പിന്നെ ഒരു ബൈറ്റ് എടുത്താൽ വേണ്ട, ഞാൻ തിന്നോളാം. എന്റെ ബാക്കി അത് കുത്തിക്കയറ്റും. ഇത് മറ്റേ മരണമാസത്തിൽ പഴം കുത്തിക്കയറ്റും പോലെ മുളക് കുത്തിക്കയറ്റും. ഒരു ബൈറ്റ് എടുത്തായി. ഒരു ബൈറ്റ് ചാറ്റ് GPT പറഞ്ഞു. ചെറുതാണെങ്കിലേ ഒരു ബൈറ്റ് വലുത് എടുക്കണം അല്ലെ? ചെറുതല്ലേ എന്റെ പുണ്ണു. അതിന്റെ തുമ്പ് ഏടാന്റെ തുമ്പ് അടിച്ചത് നല്ല ഏരിയാണ്. പുണ്ണു അന്യായി. നീ പറയണേ കേട്ടോണ്ട് ചലഞ്ച് എടുക്കേണ്ടിയിരുന്നു തോന്നിപ്പോ. ഇത് മറ്റേ സ്വയം ബോട്ടിലിട്ട് പണി വാങ്ങിച്ച പോലത്തെ അവസ്ഥയായി പോയി. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ടായിരുന്നേ. ചാറ്റ് GPT എന്ന് പറയണോ? ചാറ്റ് GPT CHAT എന്തിനാണ്? പിന്നെ GPT. ചാറ്റ് GPT ചായ ഇട്ട് കൊടുക്കാൻ. ചാറ്റ് GPT ഒന്നുമില്ല. യെസ്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ വന്ന്. അപ്പൊ ഉണ്ണിക്കൊണ്ടിന്റെ പണിഷ്മെന്റ് നമുക്ക് ആണ് നോക്കാം. ഉണ്ണിക്കൊണ്ട് നോക്കിയോ. ഐസ് ഡൗൺ ദ ഷർട്ട്, ഡ്രോപ്പ് 2 ഐസ് ക്യൂബ്സ് ഇൻസൈഡ്. 2 ഐസ് ക്യൂബ് ഷർട്ടിനകത്ത് ഇടണമെന്ന്. ഐസ് ഞാൻ ഇവിടെ കല്ലാക്കി വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ. വാ കമോൺ മോനെ കമോൺ. ഐസ് 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 ഇറങ്ങി. മുളക് തിന്നപ്പോ നിനക്ക് വലിയ പണിയായി. അവിടെ നില്ലടാ. ഞാൻ ഇവിടെ മുളക് തിന്ന് എരിഞ്ഞ് നടന്നപ്പോ ഇവന് വെള്ളം കുടിച്ചോണ്ടിരുന്നപ്പോ ഇവന് ചിരിയായിരുന്നു എരിഞ്ഞിവിടെ വായും. നീ നിനക്ക് ഐസ് ക്യൂബ് ഇടാം. ഈ ഒരു ചലഞ്ചിന് വേണ്ടി തന്നെയാണോ ഞാൻ എടുത്ത് ഐസ് ക്യൂബ് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ഫ്രീസറിൽ. തുറന്നു നോക്കാം. അയ്യോ ഐസ് ക്യൂബ് ഇല്ലടാ. ഉണ്ടടാ. ഓക്കെ ഗായ്സ്, അങ്ങനെ ഞാൻ ഒരു 2-3 ഐസ് ക്യൂബ് എടുത്ത് കൊടുക്കാതെ. എങ്ങനെയുണ്ട്? അവിടെ നില്ലേ, അവിടെ നിന്ന് ഞാൻ ഇട്ട് തരാം. ട്രൈപോഡ് വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് ലൈവിൽ കാണാൻ പറ്റുമല്ലോ. 2 ഐസ് ക്യൂബ് ഇടും, കൂടുതലൊന്നും ഇടൂല. പാവം
പിന്നെ ഞാൻ സൺഡേ ആയതുകൊണ്ടാണ് ചലഞ്ച് വെക്കാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡെയിലി ചെയ്യുന്ന കണ്ടന്റിൽ മോർ എന്റർടൈനിങ് ആയിട്ടുള്ള കണ്ടന്റുകൾ കുറവായിരിക്കുമല്ലോ. നമ്മൾ ജസ്റ്റ് നിങ്ങളുമായിട്ട് വിർച്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ചലഞ്ച് കൂടെ ഉൾപ്പെടുത്താന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇവൻ വന്ന് പറഞ്ഞു, അവനോട് ഞാൻ രാവിലെ വെച്ച് ചേട്ടാ വ്ളോഗ് ചെയ്യണോ ചലഞ്ച് ചെയ്യണം. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ചലഞ്ച് ചെയ്യാൻ ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ചലഞ്ച് സെറ്റ് ചെയ്ത് നമ്മൾ രണ്ടും കൂടെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സിൽ എങ്ങനെ ഒരു ചലഞ്ച് സെറ്റ് ചെയ്യാം, ആ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അവൻ പോയി ട്രൈപോഡ് എടുത്തോണ്ട് വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് അതിലോട്ട് ഇടാം. അടാ വാടാ, പറഞ്ഞു തീർന്നതിനിടയ്ക്ക് വന്നത് പണി വാങ്ങിക്കാൻ വേണ്ടി ട്രൈപോഡും കൊണ്ട് വരുന്നത്. ട്രൈപോഡ് സെറ്റ് ചെയ്ത് എന്നിട്ട് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വിഷ്വൽ ട്രൈപോഡിൽ ഞാൻ ഉണ്ണിക്കുട്ടന് ഐസ് ഇട്ട് കൊടുക്കുന്ന കാഴ്ച. ഓക്കെ, ഐസ് ക്യൂബ് ഒക്കെ വെള്ളം നനഞ്ഞ് വെള്ളം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2 ഐസ് ക്യൂബ് എടുക്കാം. രണ്ട് മുഴുത്ത രണ്ടെണ്ണം. ഓക്കെ, നില്ലടാ നീയല്ലേ ചലഞ്ച് ചോദിക്കാന്ന് പറഞ്ഞ, നീയല്ലേ ചലഞ്ച് ചോദിക്കാന്ന് അവിടെ നിന്ന്. അയ്യേ എടാ ഐസ് അലയാണ്. ഇത്രേ ഉള്ളു, ഇത് ഇനി മൂട്ടി പോകലെ എന്നാണ് ചോദിച്ചത്. തണുപ്പില്ലേ? തണുക്കല്ലേ? ഒരെണ്ണം കൂടെ തണുപ്പില്ലേ? ഇവര് തണുക്കല്ലേ ഇത്? ഓക്കെ, വേറൊരു പണി കൊടുക്കാം. 2 കൈ നീട്ടി, 2 കൈ നീട്ടി, ഒന്ന് കയ്യില്, ഒരു കൈ താത്ത്. നേരെ അങ്ങോട്ട് നോക്കി. എങ്ങനെയുണ്ട്? ഇവന് ചെറിയ പണിയായി പോയി. വെയിറ്റ് ഇവനെ പിടിക്കണമെന്നില്ല തണുപ്പ്. 2 ഐസ് ക്യൂബ് അതാണ്ടോ. എടാ ഇതെന്തൊരു പണിയായി പോയടാ, നിനക്ക് എളുപ്പം. എടാ പോടാ കൊണ്ടുപോടാ ഐസ് ആയിരിക്കും. ഫ്രണ്ട് ഇട്. ഓക്കെ പിടിച്ചോ, അതാണ് നിനക്ക് പോ. ഓക്കെ സെറ്റ്. തണുപ്പില്ലേ? അയ്യേ എന്തൊരു ഇവനവിടുത്തെ വല്ലാത്തൊരു പണിയായി പോയി കേട്ടോ. അവന് ഒരിടം കയറ്റില്ലേ അല്ലേ? അയ്യേ ചീള്. അടുത്ത കിട്ടിലാണ് കേട്ടോ, അടുത്ത കിട്ടിലെ ഒരു പണി വരും. അപ്പൊ അടുത്ത ഞാനാണ് കേട്ടാ. എടാ അടുത്ത എനിക്ക് 2ാമത്തെ അല്ലേടാ. പിന്നെ ആദ്യത്തെ ചേട്ടൻ മുളക്, 2ാമത്തെ എനിക്ക് ഐസ് ക്യൂബ്, 3ാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചാൻസ് 2ാമത്തെ, നിന്റേത് അടുത്ത എന്റെ കഴിഞ്ഞിട്ട് 2ാമത്തെ എന്നാ. നിന്റെ 2 ചാൻസ് ആയി, നീ ആദ്യത്തെ 1 ഇട്ടില്ലടാ. എന്റെ 1ാമത്തെ ചാൻസ് ഞാൻ പോയി, അതിന് പണിഷ്മെന്റ് വാങ്ങിച്ചു. നിന്റെ 2ാമത്തെ ചാൻസ് പോയി, അതിൽ പണിഷ്മെന്റ് നീ വാങ്ങിച്ചു. ഇനി എന്റെ 2ാമത്തെ ചാൻസ്, അതാണ് കറക്റ്റ്. ചേട്ടൻ അടുത്തിടാൻ പോവുകയാണ്. അറിയാം ഒരു പണിഷ്മെന്റ് വേണം. ഗൂഗിൾ അതല്ല ആ പേര് എന്താണെന്ന് ഞാൻ നോക്കാം, ചേട്ടൻ നോക്കണ്ട. നോക്ക്. 3ാമത്തെ ഫണ്ണി ഡാൻസ് ഫോർ 10 സെക്കൻഡ് ക്ലോസ് ഓർ ചിക്കൻ ഡാൻസ്. ഫണ്ണി ഡാൻസ് 10 സെക്കൻഡ് ഫോർ ചിക്കൻ ഡാൻസ്. ചിക്കൻ ഡാൻസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? നൈറ്റ് ഇട്ട് ഡാൻസ് കളിച്ചാൽ മതിയാ? അല്ല, ചിക്കൻ ഡാൻസ് ഓക്കെ ചിക്കൻ ഡാൻസ് എന്തായിരുന്നു നെറ്റി നോക്കാം. വല്ല നൈറ്റ് ഇട്ട് ഡാൻസ് കളിക്കാനാണെങ്കിൽ ഞാൻ വല്ല 2 സ്റ്റെപ്പ് വെക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചിക്കൻ ഡാൻസ് എന്തായിരുന്നു? അറിയാവുന്നവർക്ക് വേണ്ടി ഇല്ലേ? ഞാൻ ഇപ്പൊ ഗൂഗിൾ നോക്കാം. എടാ അത് എനിക്കും അറിയാം, കോഴി ഡാൻസ് എന്തായിരുന്നു നീ കണ്ടിട്ടുണ്ട്? The chicken is a popular rhythm and blues dance that started in America in the 1950s, in which the dancers flapped in their arms and kicked back their feet, imitation of a chicken. അതായത് നമ്മൾ കോഴിയെ പോലെ ഇങ്ങനെ നടന്ന് പോണം, അതാണ് സംഭവം. അത് നോക്കാം, അത് വലിയ പണിഷ്മെന്റ് അല്ലടാ. സംഭവം ചിക്കൻ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. 2 ക്ലാപ്പ്, 2 കൈ വെച്ച് ഇങ്ങനെ പിന്നെ ഇങ്ങനെ. ഓക്കെ എത്രയാണ് ചെയ്യണോടാ? ഒരു 10 സെക്കൻഡ് അതിൽ പറഞ്ഞു, ഒരു 10 വട്ടം ചെയ്തു. 10 വട്ടം പിന്നല്ലേ? ഓക്കെ റെഡി. 1 2 3 1 2 3. ഇതിപ്പോ എനിക്ക് സ്ക്വാട്ട് ചെയ്യണ ഫീൽ ആയി കേട്ടോ. കംപ്ലീറ്റഡ്. അയ്യേ ചിക്കൻ ഡാൻസ് സിമ്പിള്, കൊച്ചു പിള്ളേര് ചെയ്യണ സംഭവം. അയ്യേ ഇത് വേറെ സിമ്പിൾടാ. എടാ നമ്മളൊക്കെ മുമ്പ് ചെയ്തോണ്ടിരുന്ന ചാലഞ്ച് എന്ന് പറഞ്ഞാൽ അപാര ചാലഞ്ചുകളാണ്. ഇതൊക്കെ സിമ്പിൾ, നമുക്ക് ഫൺ ആക്ടിവിറ്റി ചാലഞ്ച്. ഈ സംഭവം എക്സസൈസ് ആണെന്ന് നോക്കേ. ഞാൻ തളർന്നു കേട്ടോ. ഉണ്ണിക്കുട്ട അപ്പൊ 2 ഉണ്ണിക്കുട്ട ചിക്കൻ ഡാൻസ് ചെയ്ത് ഞാൻ ക്ഷീണിച്ചടാ. വിട്ടോ നീ താമസിപ്പിക്കണ്ട എന്ന് ഞാൻ എന്നോട് തന്നെ പറയുന്നു. റിയൽ ആൻഡ് റോവോ. സെറ്റ്. ഓക്കെ അപ്പോഴാദ്യം വിശാലമായിട്ട് ഞാൻ തോറ്റു, ഒരെണ്ണം പോലും വീണില്ല. അവസാനം ഞാൻ 1 ഇട്ടത് വീണു. ഓക്കെ ചാറ്റ് GPT കമോ. നീ പറയണല്ലേ ചാറ്റ് GPT, അതാണ് നമ്മുടെ കണ്ടന്റ്. ചാറ്റ് GPT പറയണതാണ് കണ്ടന്റ്. നല്ലത് ഞാൻ ഇടാം. 10 ഫ്രോഗ് ജംപ്സ് ഓർ പുഷപ്പ്, അത് മതി. ഇവിടെ അതൊക്കെ സിമ്പിൾ ചാലഞ്ച്. ഉറപ്പിച്ച് അത് മതി. ഗൈസ് ചെരുപ്പൊക്കെ ഇവിടെ ഊരിയിട്ട് വലിയ പെർഫോമൻസ് ഒക്കെ ചെയ്യാൻ പോവുകയാണ് കേട്ടെ. ഞാൻ അവിടെ വരാം. നിക്കാൻ പാടില്ലേ? ഇല്ല നിക്കാൻ പാടില്ല. ചാടിക്കൊണ്ടിരിക്കണം, 10 വട്ടം വരെ ചാടിക്കൊണ്ടിരിക്കണം.
നിക്കാൻ പാടില്ല. ഒന്നുകൂടെ അങ്ങ് പോകുന്നു. അല്ല നിക്കാതെ 10 വട്ടം ചെയ്യണം. ഞാൻ 10 എണ്ണം ഇതുകൂടെ ചെയ്യുള്ളൂ. 6 എണ്ണം എന്നെ കൊണ്ട് ആദ്യം ചെയ്യിച്ചു. 10 എണ്ണം. അത് അങ്ങ് ബാക്കി പോ. ഓക്കെ. ആ 1 2 3 4 5 6 ചാടത്ത് പൊങ്ങ്. 7 എന്റെ പള്ളി. ആ ഫൗൾ നിർത്താതെ അവിടുത്തെ അമ്മ കണ്ടോണ്ടാണ്. അത് ജവ എന്നെ കൊണ്ട് 16 എണ്ണം ചെയ്യിപ്പിച്ചു. 10 എണ്ണം പറഞ്ഞാണ് നമ്മളിവിടെ വന്ന. ടോട്ടൽ ഇപ്പൊ 16 റോഗ് ചെമ്പ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അതായത് തവളച്ചാട്ടം. ആദ്യം ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ ആ എങ്ങനെ നീ ചെയ്ത് കാണിച്ചു? അതിന്റെ ഒരു കറക്റ്റ് മെത്തേഡ് കാണിച്ചു. അതൊന്നും വയ്യാത്ത പറയാനുള്ളതുകൊണ്ട് ഇവരൊക്കെ അമ്മ ഉണ്ട്. ഇതുവരെ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയപ്പോ ആ 10 മിനിറ്റ് ചലഞ്ച് കംപ്ലീറ്റ് ആയി ഗൈസ്. ഔട്ടർ എടുത്തില്ലടാ. അപ്പൊ ഒരു ഫൺ ആൻഡ് എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരുന്നു ഗൈസ്. ഞാൻ ഉണ്ണിക്കുട്ടിനോട് ഒന്ന് സെറ്റ് ചെയ്ത് ഞായറാഴ്ച ഒന്ന് സെറ്റ് ചെയ്ത് എടുത്ത കണ്ടന്റ് ആയിരുന്നു. അപ്പൊ അവൻ ചലഞ്ച് ആണെന്ന് പറഞ്ഞാൽ ഞാൻ ചലഞ്ച് സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഒരു ഫൺ ആയിട്ടുള്ള ചലഞ്ച് ആയിരുന്നു. അപ്പൊ ഞാൻ അത്ര അന്നത്തെ ഒരു ദിവസം ഷൂട്ട് ചെയ്തു ഗൈസ്. അപ്പൊ നമ്മുടെ ഡെയിലി വ്ളോഗ്സ് നിങ്ങളെല്ലാം എൻജോയ് ചെയ്യുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കും ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് കൂടി ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യുമോ ആ രീതിയിലെല്ലാം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും ഗൈസ്. പിന്നെ നിങ്ങളെ ഒരു സപ്പോർട്ട് അത് ഉറപ്പായിട്ട് വേണം. അത് മറ്റൊരു കാര്യമാണ്. ആ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട് 2 ദിവസം ഇപ്പൊ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷമാണ് ഔട്ട് ഇറങ്ങിയ നേരത്താണ് ഔട്ടർ എടുത്തില്ലെന്ന് മനസ്സിലായി. ഞാൻ എല്ലാ തവണ ഔട്ടർ എടുക്കാനായിട്ട് വിട്ടു പോകും ഗൈസ്. അപ്പൊ അത് നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ദിവസം ഒരിക്കലും എടുക്കണം. ഓക്കെ ഹിറ്റ്സ് ഓക്കെ ഗൈസ്. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഞെക്കി ബെല്ലൈക്കണിൽ ഒരു പിടിക്കോ. പീസ്.